الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗം കരസ്ഥമാക്കാൻ പറ്റുന്ന വിധത്തിൽ ജീവിതത്തെ നിയന്ത്രിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വാ ബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ പറയാനുള്ള കാരണം, നമുക്ക് പല വ്യക്തികളെയും പരിചയമുണ്ടാകും. ആ അടുപ്പവും പരിചയവും അല്ലെങ്കിൽ അകൽച്ചയും വിരോധവും ഇഷ്ടവും എല്ലാം ഉണ്ടാകുന്നത് ആ വ്യക്തിയെ അടുത്തറിയുമ്പോഴാണ്. അതല്ലാതെ നാം ദിനം പ്രതി നൂറുകണക്കിന് ആളുകളെ കാണുന്നു. അവരോടൊന്നും പ്രത്യേകിച്ച് ഒരു അടുപ്പവും ഇമ്പവും അകൽച്ചയും വിരോധവും ഒന്നും നമുക്കുണ്ടാവില്ല. എന്നാൽ നമുക്ക് ഉറ്റ മിത്രങ്ങളും അടുത്ത ആളുകളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാകും. അവരെ നമ്മൾ അടുത്തറിയുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള ചില ആളുകളോട് അടുപ്പമായിരിക്കും, ചിലരോട് നമ്മൾ അകന്നു നിൽക്കും, ചില ആളുകളോട് നമുക്ക് ഇഷ്ടമുണ്ടാകും, ചില ആളുകളോട് അല്പം വിരോധമുണ്ടാകും. അതൊക്കെ അടുത്തറിയുമ്പോഴാണ്. അതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തോട് ഇഷ്ടമോ ഇനി വിരോധമാണെങ്കിൽ വിരോധമോ ഒക്കെ ഉണ്ടായിത്തീരുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തെ അടുത്തറിയുമ്പോൾ ആ പ്രവാചകനെ നമ്മുടെ നെഞ്ചോട് ചേർക്കുവാനും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആദർശത്തെ നെഞ്ചേറ്റുവാനും നാം ഓരോരുത്തരും താല്പര്യം പ്രകടിപ്പിക്കും. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ നാം പറയുന്നത്. നാം പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും
സൗർ ഗുഹയിൽ എത്തിയ ആ രംഗമാണ്, സമയമാണ്. 3 ദിവസം അവർ അവിടെ കഴിച്ചു കൂട്ടുകയാണ്. 3-ാമത്തെ ദിവസം അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന അവിശ്വാസി ആദ്യം ഏൽപ്പിച്ചിട്ടുള്ള വാഹനങ്ങളുമായി അവിടെ കടന്നു വരികയാണ്. ക്രിസ്താബ്ദം 622 സെപ്റ്റംബർ മാസം 16-ാം തീയതി, റബിയുൽ അവൽ 1-ാം തീയതിയാണ് അവിടെ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് കടന്നു വരുന്നത്. അങ്ങനെ അവർ ആ ഗുഹയിൽ നിന്ന്, സൗർ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ പുറകോട്ട് ജിദ്ദ വഴി ചെങ്കടൽ തീരത്തിലൂടെയാണ് അവർ യാത്ര തുടരുന്നത്. ഈ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തിന് എല്ലാ ഊടുവഴികളും വളരെ കൃത്യമായി അറിയാം. ചെങ്കടലിന്റെ തീരത്തുകൂടി ഇന്നും അവിടെ മോഡേൺ ഹൈവേ ആ വഴിക്കാണ് ഉള്ളത്. ആ വഴി ത്വരീഖു ഹിജ്ർ എന്നാണ് ഇന്നും അറിയപ്പെടുന്നത്. അങ്ങനെ അവർ ആ വഴിയിലൂടെ പുറപ്പെടുകയാണ്. രാത്രിയിലാണ് അധികവും യാത്രയുണ്ടാവുക. പകൽ സമയത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക പ്രയാസമാണ്. എവിടെയെങ്കിലും വിശ്രമിക്കുകയാണ് പതിവ്. അങ്ങനെ എവിടെയാണ് വിശ്രമിക്കുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് അങ്ങ് അകലെ ഒരു പാറ കാണുന്നത്. ഒരു വലിയ പാറക്കല്ല് കാണും. പ്രവാചകനും സിദ്ദീഖുൽ അക്ബറും ആ പാറയുടെ നേരെ നടക്കുകയാണ്. നേരത്തെ തന്നെ അബൂബക്കർ സിദ്ദീഖ് അവിടെ എത്തി ആ പാറയുടെ ചുറ്റും വീക്ഷിച്ചു, നിരീക്ഷിച്ചു. ആ മണലൊക്കെ കൈകൊണ്ട് തട്ടി വെടുപ്പാക്കി, ലെവലാക്കി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നം യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിങ്ങൾ കുറച്ച് ഉറങ്ങിക്കോളൂ എന്ന് പ്രവാചകരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രവാചകൻ അവിടെ കിടന്ന മാത്രയിൽ തന്നെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഒരു ആട്ടിടയൻ അതിലൂടെ കടന്നു വരികയാണ്. ആ ആട്ടിടയനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു, അഫീ ഗനമിക ലബനുൻ, നിന്റെ ആടിന് പാലുണ്ടോ, അത് കറവയുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതെ, ആടിന് കറവയുണ്ട്, എങ്കിൽ അല്പം പാല് തരുമോ, ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി അല്പം പാല് തരുമോ? അയാൾ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് പാല് കുടിക്കാം, കറക്കാം, കുടിക്കാം. അങ്ങനെ അയാൾ ആ ആടിനെ കറക്കാൻ ഒരുങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പോലും നബിയെ ശ്രദ്ധിക്കുകയാണ്. നീ നല്ലോണം ആ ആടിന്റെ അവിട് ശരിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം വേണം ആടിന്റെ പാല് കറന്നെടുക്കാൻ എന്നൊക്കെ നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആ പാൽ സ്വീകരിക്കുകയും, ഇപ്പോഴും പ്രവാചകൻ ഉറങ്ങുകയാണ്. പ്രവാചകന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ അങ്ങനെ പ്രവാചകൻ എഴുന്നേറ്റപ്പോ ഈ പാല് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇശ്റബ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, പാലിതാ, ഇത് അങ്ങ് കുടിച്ചുകൊള്ളു. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പാല് കുടിച്ചു. അവിടെ നിന്ന് അവർ യാത്ര തുടരുകയാണ്. ആ യാത്ര തുടരുന്ന സമയത്താണ് സുറാഖ എന്ന് പറയുന്ന, സുറാഖത്ത് ബിനു മാലിക് എന്ന് പറയുന്ന, അന്ന് അയാൾ അവിശ്വാസിയാണ്. ആ അവിശ്വാസിയായ സുറാഖയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവം അദ്ദേഹം അറിയുന്നത്, ഒരാൾ വേട്ട കഴിഞ്ഞു വരുന്നുണ്ട്. വേട്ട കഴിഞ്ഞു വരുമ്പോൾ ഇവരെ കണ്ട് നേരെ മക്കയിലേക്ക് പുറപ്പെട്ടു. സാധാരണ വേട്ട കഴിഞ്ഞു വന്നാൽ വേട്ടയ്ക്ക് പോയ ആളുകൾ അവരുടെ സാഹസിക കഥകളൊക്കെ അവർ കൂടുന്ന സ്ഥലങ്ങളിൽ പറയും. അങ്ങനെ ആ കഥകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് ഒരു 3 ആളുകളെ കണ്ടു. ആ 3 ആളുകൾ എവിടേക്കോ യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞപ്പോ സുറാഖക്ക് മനസ്സിലായി, ഇത് ഞങ്ങൾ തിരയുന്ന, അവർ എല്ലാ വഴിക്കും തിരയുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം പറഞ്ഞതുപോലെ കുണ്ടും കുഴിയും കുന്നും മലയും എല്ലാ സ്ഥലങ്ങളും തിരയുകയാണ്. ഞങ്ങൾ തിരയുന്ന ആള് തന്നെയായിരിക്കും ഈ പറഞ്ഞ 3 ആളുകൾ, നബിയും അബൂബക്കറും വേറൊരാൾ കൂടെ വഴികാട്ടിയായിട്ടും. അങ്ങനെ
അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അത് അവരൊന്നും ആയിരിക്കുകയില്ല, ഞങ്ങൾ അന്വേഷിക്കുന്ന ആളായിരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ ശ്രദ്ധ തിരിക്കുകയാണ്. അല്പം കൂടി അദ്ദേഹം അവിടെ ഇരുന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറപ്പാണ് ഞങ്ങൾ അന്വേഷിക്കുന്ന ആളായിരിക്കുമെന്ന്. അവിടെ നിന്ന് അദ്ദേഹം അതിശീഘ്രം തൻ്റെ കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കുകയാണ്. അദ്ദേഹം നല്ല ഒരു റൈഡർ കൂടിയായി, കുതിര സവാരിക്കാരൻ കൂടിയായിരുന്നു. അതുപോലെ തന്നെ നല്ല അമ്പെയ്ത്തുകാരനുമായിരുന്നു. അതിശീഘ്രം അദ്ദേഹം കുതിച്ചു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്നാളുകളെ കണ്ടു. ആ അടുത്തെത്തിയപ്പോൾ മനസ്സിലായി ഞങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് എന്ന്. അദ്ദേഹം അമ്പെടുത്ത് ആ അമ്പെയ്യാൻ വേണ്ടി വില്ല് കുലച്ച് അതിനെ തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നത് പോലെ ആ കുതിരയുടെ കാലുകൾ മണലിൽ ആഴ്ന്നുപോയി. അദ്ദേഹം സാധാരണ ഒരു യാത്രയിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. കുതിരയെ പുറത്തു നിന്ന് ഇറങ്ങി ആ കുതിരയുടെ കാലൊക്കെ റെഡിയാക്കി വീണ്ടും സഞ്ചരിച്ചു. വീണ്ടും അങ്ങനെ സംഭവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആശ്ചര്യം, ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു അത്ഭുതമാണല്ലോ. അങ്ങനെ വീണ്ടും പ്രവാചകന്റെ അടുക്കലെത്തി, അടുക്കലേക്ക് എത്താറായി എന്ന് തോന്നിയപ്പോ അവിടെ ഒരു ദുഹാൻ, മിസില ദുഹാൻ, ഒരു പുകപടലം, ഒരു മേഘപടലം പോലെ മുന്നോട്ട് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, എനിക്കിവരെ പിടിക്കാൻ കഴിയില്ല, എന്തോ ഒന്ന് അസംഭവ്യമായ എന്തോ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്ന എനിക്ക് അവരെ പിടിക്കാനും അവരെ സമീപിക്കാനും കഴിയേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, മുഹമ്മദേ, നിനക്ക് ഞാൻ യാതൊരു ദോഷവും ചെയ്യുകയില്ല, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുകയും, ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം, എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്, പക്ഷെ എനിക്കൊരു അഭയപത്രം അങ്ങ് എഴുതി തരണം. ഞാൻ നിങ്ങൾ ഒരു പക്ഷേ എവിടെയെങ്കിലും പോയി ശക്തിയാർജിച്ച് തിരിച്ചു വന്നാലും നിങ്ങളുമായി ഒരു യുദ്ധമുണ്ടായാൽ തന്നെയും ഞാൻ ആ യുദ്ധത്തിൽ പങ്കാളിയാവുകയില്ല, ഒരു അഭയപത്രം എഴുതി തരണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അഭയപത്രം എഴുതി കൊടുക്കാൻ പറയുകയും അതുമായി കൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഒന്നും ചെയ്തു തരേണ്ടതില്ല, എന്നാലും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അവസാനം പ്രവാചകൻ പറഞ്ഞു, ഇഖ്ഫി അന്ന, ഞങ്ങളെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്, ഈ വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന വിവരം നീ ആരോടും പറയാതിരുന്നാൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അദ്ദേഹം തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുകയാണ്, യാ സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, കിസ്റയുടെ 2 വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും സുറാഖ? കിസ്റ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രമാണ്. ഇന്ന് അമേരിക്ക, റഷ്യ പോലെയുള്ള വൻ രാഷ്ട്രങ്ങളെ പോലെ അന്ന് ഏറ്റവും വലിയ രാഷ്ട്രമാണ് പേർഷ്യ, കിസ്റ എന്ന് പറയുന്നത്, പേർഷ്യ എന്ന് പറയുന്നത്. ആ പേർഷ്യയുടെ 2 സ്വർണ്ണ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും? സുറാഖക്ക് അത്ഭുതമായി. ഒരിക്കലും മോഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കാര്യമാണല്ലോ ഈ പറയുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം ആ വാക്കും കേട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോ അത് സംഭവിക്കുകയുണ്ടായി. ഈ പറഞ്ഞത് പ്രവാചകന്റെ അഭയപത്രം, ആ എഴുതി കൊടുത്ത അഭയപത്രം മക്ക വിജയ സമയത്ത് ബനു മുദ്ലജ് എന്ന് പറയുന്ന ഗോത്രക്കാരനായിരുന്നു ഈ സുറാഖ എന്ന് പറഞ്ഞ ആള്. ആ ബനു മുദ്ലജ് ഗോത്രക്കാരെ കീഴ്പ്പെടുത്തിയപ്പോ സുറാഖ ഈ അഭയപത്രം 8-9 കൊല്ലം മുമ്പ് എഴുതി കൊടുത്തിട്ടുള്ള അഭയപത്രമാണ്. ഈ അഭയപത്രവുമായി കൊണ്ടുവരുന്നു, എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് പ്രവാചകൻ നൽകിയിട്ടുള്ള അഭയപത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ഉപദ്രവിച്ചില്ല. പ്രവാചകൻ അടുക്കൽ ഹാജരാക്കി. പ്രവാചകൻ അദ്ദേഹത്തിന് സംരക്ഷണം നൽകി. പിന്നീട് പ്രവാചകന്റെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായി. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഖാദിസിയ്യ യുദ്ധം നടക്കുകയാണ്. ആ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആ യുദ്ധം ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ കിസ്റ
പേർഷ്യ മുസ്ലിങ്ങൾക്ക് അതീതമാണ്. അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രമാണ്. ആ രാഷ്ട്രം അവർക്ക് കീഴൊതുങ്ങുകയും രാജാക്കന്മാരും ഭരണാധികാരികളും കൊട്ടാരം വിട്ടുകൊണ്ട് ഓടുകയും അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള അവിടെ സിംഹാസനങ്ങളും ഒരുപാട് സ്വർണങ്ങളും വെള്ളികളും കൂമ്പാരമായ സ്വത്തുക്കളും വിശാലമായ ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇതെല്ലാം കൂടി കണ്ടപ്പോൾ കരഞ്ഞു എന്നാണ്. കരഞ്ഞു എന്ന് മുത്ത റസൂലിന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. ഇത്രയും സൗഖ്യത്തിന്റെ നാളുകൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മുൻഗാമിയായ അബൂബക്കർ സിദ്ദീഖിനും അതിന് കഴിഞ്ഞിട്ടില്ല. പടച്ചോനെ ഇതിനെ പരീക്ഷിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. അത് അതിന്റെ വേറൊരു വഴിക്കുള്ള ചരിത്രമാണ്. നമുക്കുള്ള ചരിത്രം നമ്മൾ ഈ പറഞ്ഞത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഐന സുറാഖ, ഐന സുറാഖ, നമ്മളിപ്പോ ഈ കഥയിൽ പറഞ്ഞ സുറാഖ എവിടെ, സുറാഖ എവിടെ എന്ന് ചോദിച്ച് സുറാഖയെ അടുത്തേക്ക് വിളിക്കുകയും അന്ന് പ്രവാചകൻ പറഞ്ഞ നിന്റെ കയ്യിൽ 2 വളകൾ അണിയിച്ചാൽ എങ്ങനെയുണ്ടാകും എന്ന് ചോദിച്ച ആ 2 വളകൾ സുറാഖയെ വിളിച്ചുകൊണ്ട് അണിയിക്കുകയും ചെയ്യുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവിടെ നിന്ന് സുറാഖയുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിൽ അവിടെ നിന്ന് അവർ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴാണ് ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കൂടി അവർക്ക് മുന്നോട്ട് പോകാനുള്ളത്. ആ സ്ഥലം ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്നും ആ സ്ഥലം എക്സിറ്റ് ഖുദൈദ് എന്ന രൂപത്തിൽ മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള സ്ഥലമാണ്. അവിടെ യാത്രക്കാരായ ആളുകൾ ഇറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇന്നും. അതുപോലെ ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ വേണം. പലപ്പോഴും അവസരങ്ങൾ ലഭിച്ചു എന്ന് വരാം. നേരത്തെ പറഞ്ഞ ത്വരീഖ് ഹിജ്ർ എന്ന സ്ഥലത്ത് കൂടി ജിദ്ദയുടെ വഴിയിലൂടെ നടക്കുമ്പോൾ അള്ളാന്റെ റസൂല് പോയ വഴിയാണിത്. മുത്ത റസൂൽ ഹിജറ പോയിട്ടുള്ള ആ ത്യാഗത്തിന്റെ കഥ പറയുന്ന മണ്ണാണിത് എന്ന ഓർമ്മയുണ്ടാവുകണം. അതുപോലെ എക്സിറ്റ് ഖുദൈദിലൂടെ നമ്മൾ പോകുമ്പോൾ അള്ളാന്റെ റസൂല് പോയിട്ടുള്ള വഴിയാണ്. അവിടെ ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ടാകുന്നു. ആ ഉമ്മു മഅബദ് എല്ലാവരെയും സഹായിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരവിടെ കയറി വല്ലതുണ്ടോ, കുടിക്കാനോ കഴിക്കാനോ, വിശക്കുന്നുണ്ട്. ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഈ വർഷം ക്ഷാമമാണ്, വിഷമമാണ്, പട്ടിണിയാണ്, അതുകൊണ്ട് ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞു. പക്ഷെ ആ മൂലക്കൊരാടിനെ, ഒരു മെലിഞ്ഞൊട്ടിയ ഒരു ആടിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ചോദിച്ചു, മാ ഹാദിഹി ശാത്തു യാ ഉമ്മ മഅബദ്, ഉമ്മു മഅബദേ, ഈ ആട് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചു. അതെ, ആ ആട് ഞങ്ങളുടേതാണ്, പക്ഷെ അതിന് കറവൊന്നുമില്ല, ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. അതിനെ കറന്നൂടെ എന്ന് ചോദിച്ചു. അതേ, കറന്നോളൂ എന്ന് പറഞ്ഞപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആടിന്റെ അടുക്ക് പോവുകയും അതിന്റെ അവിട് തടവുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഒരു പാത്രം ആവശ്യപ്പെട്ടു. ഒരു വലിയ പാത്രം കൊണ്ടുവരികയും അത് നിറച്ച് പാല് കറക്കുകയും ചെയ്തു. പ്രവാചകനിലൂടെ ഒരു മുഅ്ജിസത്ത് വെളിവാകുകയാണ്. അത് നിറച്ച് പാല് കൊടുത്തു. അത് ഉമ്മു മഅബദിന് ആദ്യം കൊടുത്തു. പിന്നീട് പാത്രം കൊണ്ടുവന്ന് കറന്നു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. പിന്നീട് വീണ്ടും കറന്നു. എന്നിട്ട് നബി അത് കുടിച്ചു. അവിടെയും ഒരു തത്വം, ഇസ്ലാമിന്റെ ഒരു തത്വമുണ്ട്. വിളമ്പുന്ന ഭക്ഷണം വിളമ്പുന്ന ആളുകൾ ആദ്യം കഴിക്കരുത് എന്ന ഇസ്ലാമിന്റെ ഒരു പൊതു തത്വമാണ്. അത് പ്രവാചകൻ അവിടെ പ്രാവർത്തികമാക്കി കാണിക്കുകയാണ്. ആദ്യം മറ്റുള്ളവർക്ക് കൊടുത്ത് അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാല് കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് പോയി. അല്പം കഴിഞ്ഞപ്പോൾ അബൂ മഅബദ് അവിടേക്ക് വരുന്നു. ഉമ്മു മഅബദിന്റെ ഭർത്താവ് അവിടേക്ക് കടന്നു വരികയാണ്. അവിടെ പാത്രത്തിൽ പാല് കണ്ടപ്പം അത്ഭുതപ്പെട്ടു. എന്താണ് ഇതിങ്ങനെ? അപ്പൊ ഉമ്മു മഅബദ് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നു. ആ വന്നിട്ടുള്ള ആൾ പാടിനെ കറന്നു. അയാൾക്ക് അത്ഭുതമായി. നീ ഒന്നുകൂടി തെളിച്ചു പറയൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കൊടുക്കുകയാണ്. അതിസുന്ദരനായ തേജസ്സുള്ള മുഖത്തോടു കൂടിയ അത്യാകർഷകമായ മുഖങ്ങളുള്ള, സുറുമെഴുതിയതുപോലെയുള്ള കണ്ണുകളുള്ള, നിറഞ്ഞു ചേർന്ന് നിൽക്കുന്ന പുരികങ്ങളുള്ള, കറുത്ത നിറമുള്ള കൃഷ്ണമണിയുള്ള, ചുറ്റും നല്ല വിളപ്പുള്ള, നീണ്ട ഇടതൂർന്ന കൺവീളികളുള്ള
ഒരു ഒത്ത മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. വിവിധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്റെ രൂപവും ഭാവവുമെല്ലാം ഈ രൂപത്തിൽ വിവിധ ഹദീസുകളിൽ പ്രകടിപ്പിച്ചിട്ട് വിശദീകരിച്ചത് കാണാവുന്നതാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിനും മനസ്സിലായി ഇത് മക്കയിലെ മുശ്രിക്കുകൾ തിരയുന്ന ആള് തന്നെയായിരിക്കും. അദ്ദേഹവും വീണ്ടും അവിടെ നിന്ന് പ്രവാചകനെ തെരഞ്ഞുകൊണ്ട് വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ യാത്ര തുടരുന്നു. പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖും യാത്ര തുടരുകയാണ്. വഴിക്ക് വെച്ചുകൊണ്ട് ഒരു യാത്രാ സംഘത്തെ കണ്ടു. ആ യാത്രാ സംഘത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കിബാറു തുജാർ, ഒരു വലിയ കച്ചവടക്കാരൻ കൂടിയായിരുന്നു. പല സ്ഥലത്ത് വെച്ചുകൊണ്ടും കച്ചവടത്തിന് പോയപ്പോ കണ്ടിട്ടുണ്ടാകും. പക്ഷെ പ്രവാചകനെ കൂടെയുള്ള ആളെ അറിയില്ല. അയാൾ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, മൻ മാക്കയ അബൂബക്കർ, അബൂബക്കറെ കൂടെയുള്ള ഇയാൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു ഹാദിൻ യഹ്ദീനി ഇല സിറാത്ത്, എന്നെ വഴി കാണിക്കുന്ന ആളാണിത് എന്ന്. രണ്ടർത്ഥത്തിലും ശരിയാണ്. അയാൾ വിചാരിച്ചു വഴികാട്ടിയായി അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെയുള്ള ആളാണ് എന്ന്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചത് എന്നെ നേർവഴിയിലേക്ക് നയിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് എന്ന ദ്വയാർത്ഥത്തിലുള്ള ഒരു വാചകം അവിടെ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാളോട് പറയുകയുണ്ടായി. അങ്ങനെ അവർ നടന്ന് വീണ്ടും ഖുബാ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. അഥവാ യസ്രിബിന്റെ അതിർത്തി പ്രദേശമാണ് ഖുബാ എന്ന് പറയുന്നത്. അഥവാ ഇന്നത്തെ മദീനയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിന്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഖുബാ എന്ന് പറയുന്നത്. അവിടെ അന്ന് അറിയപ്പെട്ടിരുന്നത് ആ രൂപത്തിലായിരുന്നില്ല, ചില പ്രവിശ്യകളായിട്ടായിരുന്നു. ഈ പറയുന്ന ഖുബാ എന്ന പ്രദേശം ഖറിയത്ത് അംർ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ആളുടെ പ്രദേശം എന്ന രൂപത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഖുബായിലെത്തി അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുൽസൂം ഇബ്നു ഹിദം എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിൽ 14 ദിവസം താമസിക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ 18 ദിവസം എന്നും കാണാവുന്നതാണ്. അങ്ങനെ ഖുബായിലെത്തി 2 ആഴ്ച അവിടെ താമസിച്ച സമയത്ത് അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വരുന്നുണ്ട്. പണ്ട് അലി റളിയല്ലാഹു അൻഹു വിരിപ്പിൽ കടത്തി പോന്നതാണ്. ആ അലി റളിയല്ലാഹു അവിടേക്ക് വരുന്നുണ്ട്. ഒരു വാഹനപ്പുറത്ത് പോലുമല്ല, ഒരു ചെരിപ്പ് പോലും അദ്ദേഹത്തിന്റെ അടുക്കലില്ല. നടന്ന് നടന്ന് കാലിന്റെ അടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആ രൂപത്തിൽ കാലിന്റെ അടിയിൽ നിന്ന് രക്തമൊലിക്കുന്ന രൂപത്തിലാണ് അലി റളിയല്ലാഹു അൻഹു ഒറ്റക്ക് നടന്ന് ആ ഖുബാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുള്ളത്. അതുപോലെ ചെറുപ്പക്കാരനായ ഹുബൈബ് റൂമി എന്ന് പറയുന്ന ആളും സുഹൈബ് റൂമി എന്ന് പറയുന്ന ആളും അവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. 20ഉം 25ഉം വയസ്സുള്ള ചെറുപ്പക്കാരാണ് പ്രവാചകന്റെ കൂടെ ഈ യാത്രയിൽ ഹിജ്റയുടെ യാത്രയിലും ഈ ത്യാഗങ്ങളിലുമൊക്കെ പങ്കാളിയായി കൊണ്ട് പോകുന്നത്. സുഹൈബ് റൂമി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ആളുകൾ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പിടിച്ചു വെച്ചു. നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ എനിക്ക് ഇഷ്ട സ്ഥലത്തേക്ക് പോകാലോ എന്ന് പറഞ്ഞപ്പോ നീ പോയിക്കോ, എന്നാൽ ഇവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കച്ചവടം ചെയ്തുകൊണ്ട് നീ ഉണ്ടാക്കിയ വമ്പിച്ച സ്വത്തുക്കളുണ്ട്, അതൊക്കെ കൊണ്ട് പോകാൻ ഞങ്ങൾ അയക്കൂല. അപ്പോ സുഹൈബ് റൂമി അവരോട്, ആ മുശ്രിക്കുകളോട് ചോദിച്ചു, നിങ്ങളെ പ്രശ്നം എൻ്റെ അടുത്തുള്ള സ്വത്തല്ലേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തല്ലേ, ഇത് തന്നാൽ എന്നെ വിട്ടൂടെ, എന്നെ വിടാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം സമ്പാദിച്ചുണ്ടാക്കിയ, പതിറ്റാണ്ടുകൾ സമ്പാദിച്ചുണ്ടാക്കിയ ഭീമമായ സമ്പത്ത് അവർക്ക് നൽകി. അദ്ദേഹവും മക്കയിൽ നിന്ന് പോന്ന് ഇങ്ങനെ ഖുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി, ഖുബയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയാണ്. എവിടെ എത്തിയാലും ആ ഒരു മുസ്ലിങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു പള്ളിയാണ്. അത് അവരുടെ ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് പോലെ, ഒരു വിളക്ക് മാടം എന്നതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നതാണ്. പ്രവാചകൻ ഒന്നാമതായി ഖുബായിൽ ഒരു പള്ളി നിർമ്മിക്കുന്നു. അതിന് സ്ഥലം നിർണയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഖിബ്ല, അത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. ഖിബ്ല നിശ്ചയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ പള്ളിയെ സംബന്ധിച്ച് സൂറത്തു തൗബയിലെ 108, 109 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാം. ഒന്നാമത്തെ പള്ളിയായി തഖ്വയുടെ മേൽ ഉയർത്തപ്പെട്ട പള്ളി എന്ന്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബയിൽ നിന്ന് പിന്നീട് പുറപ്പെട്ടതിന് ശേഷവും മദീനയിൽ എത്തിയതിനു ശേഷവും ആഴ്ചയിൽ ഒരിക്കൽ ആ ഖുബ പള്ളിയിൽ വന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചു പോകാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹജ്ജിനോ ഉംറക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ ഖുബയിൽ പോയി നിങ്ങൾ നമസ്കരിച്ചാൽ ഒരു ഉംറ നിർവഹിച്ചതിന് തുല്യമാണ് എന്ന്. കാരണം ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ്. അതിന്റെ പ്രാധാന്യം പ്രവാചകന്റെ ഈ വചനത്തിലൂടെ നിലനിർത്തുകയാണ്. അവസരം കിട്ടുന്ന ആളുകൾ, അങ്ങനെ ഒരു സൗകര്യം ലഭിക്കുന്ന ആളുകളൊക്കെയും ഖുബ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ നാം പറഞ്ഞതുപോലെ 14 ദിവസം അവിടെ കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യാഴാഴ്ച വിവരം നൽകുകയാണ്, വെള്ളിയാഴ്ച യസ്രിബിലെത്തുമെന്ന്. അങ്ങനെ വെള്ളിയാഴ്ച അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് വാദി സാലിം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ജുമായുടെ സമയമാണ്. അവിടെ വെച്ചുകൊണ്ട് ജുമാ നിർവഹിക്കുകയാണ്. അഥവാ യസ്രിബിലേക്ക് എത്താൻ ഇനി ഏകദേശം ഒരു 500 മീറ്ററും കൂടിയേ ഉള്ളൂ. ആ സ്ഥലത്തെത്തിയപ്പോ ജുമായുടെ സമയമായി. അവിടെ ജുമാ നിർവഹിക്കുകയാണ്. ഇന്നും അവിടെയുണ്ട് ആ പള്ളി. മസ്ജിദുൽ ജുമുഅ എന്ന പേരിലും മസ്ജിദുൽ വാദി എന്ന പേരിലും ആ പള്ളി അറിയപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറയുന്ന ആ ചരിത്ര പ്രവേശനത്തിന് കാത്തു നിൽക്കുകയാണ് മദീന നിവാസികളായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ. അവിടേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും വിശ്വാസികളാക്കി തീർത്തിട്ടുണ്ട്. കുറഞ്ഞ ജൂതന്മാരും അതുപോലെയുള്ള ആളുകളുമാണ് അവിടെയുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും പ്രതീക്ഷിച്ചു നിൽക്കും. നമുക്കറിയാവുന്ന ചരിത്രം പോലെ മരത്തിൽ കയറി വരെ അവർ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വെള്ളിയാഴ്ച ചൂട്, സൂര്യന്റെ ചൂട് അധികരിച്ച സമയത്ത്, വീടുകളിലേക്ക് മടങ്ങിയ സമയത്ത് ഒരു ജൂതൻ വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറൽ അറബ് ഹാദാ ജദ്ദുകുമുല്ലദീ തൻതളിറൂൻ, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എന്ന് തോന്നുന്നു, ഒരാൾ അതാ കടന്നു വരുന്നു എന്ന്. ആവേശത്തോടുകൂടി അവരെല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പുറത്തേക്ക് വരികയാണ്, ഓടിക്കൂടുകയാണ്. അവർക്ക് നബിയെ അറിയില്ല. അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, അയ്യുഹും ഹുവ, ഈ കൂട്ടത്തിൽ ആരായിരിക്കും മുഹമ്മദ് എന്ന് പറയുന്ന ആള്? മുഹമ്മദ് നബിയുണ്ട്, അബൂബക്കറുണ്ട്, അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തുണ്ട്, പിന്നെ വഴിയിൽ വെച്ചുകൊണ്ട് ഖുബയിൽ നിന്ന് ഒപ്പം കൂടിയിട്ടുള്ള ആളുകളുണ്ട്. ഈ ആളുകളിൽ നിന്ന് മുഹമ്മദ് നബിയെ അവർ തിരിച്ചറിയില്ല. മുമ്പ് അഖബ ഉടമ്പടിയിൽ പ്രവാചകനോടൊപ്പമുള്ള ആളുകൾ മാത്രമാണ് പ്രവാചകനെ കണ്ടിട്ടുള്ളൂ. അത് ഏകദേശം ഒരു 70 ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകളൊന്നും പ്രവാചകനെ കണ്ടിട്ടില്ല. അങ്ങനെ ആദ്യമായി ആരായിരിക്കും ഈ പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ എന്നറിയാൻ വേണ്ടി അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന ഹസ്സന വലാ അൽവഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആ ഒരു ദിനത്തോളം സന്തോഷകരമായ, ആഹ്ലാദകരമായ മറ്റൊരു ദിനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം സന്തോഷം നിറഞ്ഞ മറ്റൊരു ദിനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ആ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാവുന്നതാണ്. അങ്ങനെ പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ അവർ പ്രവാചകനെ സ്വീകരിക്കുന്ന പാട്ടുപാടിയും മറ്റും അവരെ സ്വീകരിക്കുന്ന ആഹ്ലാദം പങ്കിടുന്ന അവസ്ഥകൾ ഉണ്ടായി. അങ്ങനെ പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശം കേൾക്കാൻ അവർ കാത്തു നിൽക്കുകയാണ്. ആദ്യമായി യസ്രിബിലെത്തിയ പ്രവാചകൻ ആ സ്ഥലത്തിന്റെ പേര് മാറ്റുകയാണ്. അൽ മദീന എന്ന പേര് മാറ്റി. യസ്രിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാശം, കുഴപ്പം, ആക്ഷേപം എന്നൊക്കെയുള്ള ഒരു ശരിയായ അർത്ഥമല്ലാത്തത് കൊണ്ട് യസ്രിബ് എന്ന പേര് മാറ്റി അൽ മദീന എന്ന് പേര് മാറ്റി. അതുപോലെ പ്രവാചകൻ അവർക്ക് നിർദ്ദേശം നൽകി. ആദ്യമായി മദീനയിലെ മുസ്ലിം സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശം, യാ അയ്യുഹന്നാസ് അഫ്ശു സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി നൽകുന്ന നിർദ്ദേശം. അതായത് ജനങ്ങളെ, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. ജനങ്ങളെ കണ്ടാൽ സന്തോഷത്തോടു കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്യണം. അതുപോലെ ഭക്ഷണം നൽകണം. നിങ്ങൾ
ആളുകൾക്ക്, വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. വസല്ലു വന്നാസി നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണം. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം. ആദ്യമായി അള്ളാഹുവിന്റെ റസൂല് അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം വിശദീകരിക്കുവാനുണ്ടാകും. അങ്ങനെ പ്രവാചകൻ അവിടെ വന്ന് അവിടെ ഈ താമസിക്കുന്ന രംഗവും ബാക്കിയുള്ളതും ഒക്കെ നമുക്കറിയാം. അവിടെ തങ്ങളുടെ വിശ്വാസ ആചാരപ്രകാരം ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ഇസ്ലാമിന്റെ വെളിച്ചമായി, ദീപമായി അവർക്ക് വെളിച്ചം നൽകുകയും പിന്നീട് അങ്ങോട്ട് ഇസ്ലാം തഴച്ചു വളരുകയും ചുറ്റുപാടുകൾ മുഴുവനും ഇസ്ലാമിന്റെ അധീനതയിൽ വരികയും അവസാനം മക്കം ഫത്ത് എന്ന് പറഞ്ഞ് താൻ പോന്നിട്ടുള്ള ആ മക്കയും കൂടി കീഴ്പ്പെടുത്തുകയും അന്നത്തെ ലോകം എന്ന് പറയുന്നത് മുഴുവനും ഇസ്ലാമിന്റെ അധീനതയിൽ വരികയും ചെയ്യുന്ന വിശാലമായ ഈ ചരിത്രം, ഇതിൽ നിന്നും വിശാലമായി മറ്റ് സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഇത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുക. ഇങ്ങനെ പ്രവാചകനെ അറിഞ്ഞുകൊണ്ട് ഈ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെയാണ് ഇസ്ലാം എന്ന വെളിച്ചം അത് പ്രവാചകൻ അൽയൗമ അക്മൽതു ലക്കും എന്ന വചനത്തിലൂടെ പൂർത്തീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ ചരിത്രത്തിലൂടെ പ്രവാചകനെ അടുത്തറിയുവാനും അദ്ദേഹത്തെ സ്നേഹിക്കുവാനും ആ ആദർശം ഉൾക്കൊള്ളുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്ന് നമുക്കറിയാം, പ്രബുദ്ധമെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നും വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട് ലഹരിയിൽ മുങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ ലഹരി മാഫിയകളെ പിടിച്ചുകെട്ടുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. സർവവിധ പിന്തുണയും നമ്മൾ അതിന് നേരുകയാണ്. എന്നാൽ അതിൻ്റെ മറുവശത്ത് വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ചുകൊണ്ട് വിൽപ്പന നടത്തുവാനുള്ള ആ വിഷയത്തിൽ നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് ലഹരിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശക്തമായി മുന്നേറുന്ന സമയത്ത് മറുവശത്ത് ലഹരി അത് ചെറുതായിരുന്നാലും അതിനെ പിന്തുണക്കുന്ന രൂപത്തിലുള്ള അല്പം തുച്ഛമായ ലാഭം വിചാരിച്ചുകൊണ്ട് അതിനെ പിന്തുണക്കുന്ന രൂപത്തിലുള്ള ശ്രമം ഒരിക്കലും നല്ലതല്ല. ലഹരിയുടെ താണ്ഡവം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നാം കണി കണ്ടുണരുന്നത് മിൽമ മാത്രമല്ല, ഓരോ വിദ്യാലയങ്ങളുടെ കവാടങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സാധനം മദ്യവും മയക്കുമരുന്നുകളുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്നത് ഒരു ലഹരി സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബായിരുന്നു ഏറ്റവും മുന്നിൽ. ലഹരി വിൽപ്പനയുടെ കാര്യത്തിലും ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിലുമെല്ലാം പഞ്ചാബായിരുന്നു മുന്നിലെങ്കിൽ ഇന്ന് നമ്മുടെ നാട് സംസ്ഥാനമായ കേരളമാണ് ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം 89,913 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 27,701 കേസുകളും കേരളത്തിലാണ് എന്നതാണ്. അഥവാ അതിൻ്റെ സിംഹഭാഗവും കേരളത്തിലാണ്. ഇനി ഈ 27,000-ത്തിലധികം 28,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് അതിൽ നിന്ന്
ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കേസുകൾ വെറും 2 മാത്രമാണ്. അഥവാ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും ബാക്കിയുള്ള 28,000-ഓളം ആളുകൾ, 2 കൂട്ടരൊഴികെ അവരെ മാത്രമാണ് അല്പം ഒരു ശിക്ഷ ലഭിച്ചത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ ദേശീയ കുടുംബാരോഗ്യ സർവേ 2023-24 സർവേ പ്രകാരം നമ്മുടെ നാട്ടിൽ അഥവാ കേരളത്തിൽ 4-ൽ 1 മദ്യപാനിയാണ് എന്നാണ്. 4 ആളെ എടുത്താൽ അതിലൊരാൾ മദ്യപാനിയാണ് എന്നാണ് കണക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ക്യാൻസറിനേക്കാൾ വേഗത്തിൽ മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു വിപത്താണ് ഈ ലഹരി, മദ്യമടക്കമുള്ള ലഹരി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി നാം അതിനെ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിടിക്കപ്പെടുന്ന കേസുകളിൽ 18% 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഈ പിടിക്കപ്പെടുന്ന കേസുകളിൽ 18% കുട്ടികൾ, ആളുകൾ, അതിൽ 18% 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തും അതിശക്തമായ രൂപത്തിൽ ഇതിനെതിരെ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. കോടിക്കണക്കിന്, ഇന്നും പത്രങ്ങളിൽ നാം വായിച്ചിട്ടുള്ളത് 70 കോടിയിലധികം വില പിടിപ്പുള്ള മെത്താഫിൻ പോലെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ്. ഓരോ സ്ഥലങ്ങളിലും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നത് എങ്കിലും അത് വളരെ കൂടുതലായിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ പേരിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാടും സമൂഹവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യം ചെന്നിട്ടുള്ള ഒരു മാതാവിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥ. സ്വന്തം മകൻ 70 കഴിഞ്ഞ മാതാവിനെ പീഡിപ്പിക്കുന്ന അവസ്ഥ. ലഹരി ഉള്ളിൽ ചെന്നാൽ ഇനി കോടതികളിൽ കേസെത്തിയാലോ, എത്ര വലിയ കൊലപാതകങ്ങളാകട്ടെ, ക്രൂരമായ അത്തരത്തിലുള്ള പൈശാചികതയാർന്നിട്ടുള്ള പ്രവർത്തനങ്ങളാകട്ടെ, കോടതികളിൽ കേസെത്തിയാൽ പ്രഗത്ഭനായ ഒരു അഡ്വക്കറ്റ് ഉണ്ട് എങ്കിൽ അയാൾ ആ ചെയ്തത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടാണ് എന്ന് സമർത്ഥിക്കാൻ കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടുകയാണ്. കുട്ടികളാണെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാലകളിലേക്ക് വിടും. ബാക്കിയുള്ള ആളുകളാണെങ്കിൽ ആ രൂപത്തിൽ അവരെ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുകയും ഒഴിവാക്കുകയുമാണ്. ഇങ്ങനെയുള്ള രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ ലഹരിയുടെ വിഷയത്തിൽ നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കരുത് എന്ന് മാത്രമല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്, ലഹരി ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്, അതുള്ള സ്ഥലത്തേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. ഒരു കല്യാണത്തിന് വിളിച്ചൊരാൾ, ആ കല്യാണത്തിന് വിളിച്ചിട്ട് ആ കല്യാണത്തിന് മദ്യവും കൂടി നൽകുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. പല കല്യാണത്തിനും ഇപ്പൊ അങ്ങനെയാണല്ലോ. ആളുകൾക്ക് വേണ്ടത് ഒരു പെഗ്ഗാണ് എങ്കിൽ ആ പെഗ് കൂടി കൊടുക്കാനുള്ള സംവിധാനവും കൂടി പല കല്യാണങ്ങൾക്കും ഒരുക്കുന്ന കാലമാണിത്. അങ്ങനെയുണ്ട് എന്ന് നടന്നാൽ മുസ്ലിമേ, നീ അങ്ങോട്ട് ആ കല്യാണത്തിന് പോലും പോകരുത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖുദു അലാ മാഇദത്തിൻ തുദാറു അലൈഹിൽ ഖംറു. കള്ള് വിളമ്പുന്ന, ലഹരി വിളമ്പുന്ന ഒരു സദസ്സിൽ നീ പങ്കെടുക്കാനേ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിന്റെ ദോഷങ്ങൾ വിവിധ തരത്തിൽ പറയുന്നുണ്ട്. ശഖ്സിയായത്, സിഹിയായത്, മാലിയ, ദീനിയ, ഇജ്തിമാഇയ, 5 രൂപത്തിൽ അതിന്റെ ദോഷങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, വ്യക്തിപരമായിട്ടുള്ള ദോഷങ്ങൾ, അവന്റെ സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യവും എല്ലാം ഇല്ലായ്മ ചെയ്യുന്നത്. സിഹിയ, ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ. മാലിയ, സാമ്പത്തികമായിട്ടുണ്ടാകുന്നത്. ദീനീയ, മതപരമായിട്ടുണ്ടാകുന്നത്. ഇജ്തിമാഇയ, സാമൂഹികമായിട്ടുണ്ടാകുന്നത്. ഇതെല്ലാം ഇസ്ലാമികമായി പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അതുകൊണ്ട് ഈ ഗൗരവത്തോടു കൂടി തന്നെ നാം അതിനെ കാണേണ്ടതുണ്ട്. ഇസ്ലാം കടന്നു വന്നത് മദ്യം വ്യാപിച്ചു കിടന്നിരുന്ന ഒരു തലമുറയിലേക്കാണ് എന്ന് നമുക്കറിയാം. ആ ആളുകളെ പ്രവാചകൻ മാറ്റിയെടുത്തിട്ടുള്ളത് എത്രത്തോളം എന്നാൽ, ഒരു സഹാബി പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് സംശയം ചോദിക്കുന്നത് കാണാം, എൻ്റെ ഒട്ടകത്തിന്റെ പാൽ എനിക്ക് കുടിക്കാമോ?
ഒട്ടകത്തിന്റെ പാല് കുടിക്കാമോ സംശയം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താക്കി അങ്ങനെ ചോദിക്കാൻ കാരണം, എൻ്റെ ഒട്ടകം ഒരു കള്ളുചാപ്പിൽ അന്ന് മദ്യമൊഴുക്കിയപ്പോ അതിലൂടെ ചാലുകളായി മദ്യമൊഴുകിയിരുന്നല്ലോ. അതിൽ നിന്നുണ്ടായിട്ടുള്ള സസ്യലതാദികൾ എൻ്റെ ഒട്ടകം കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചതിന് ശേഷം ഉണ്ടായ പാലാണ്. അതുകൊണ്ട് അപ്പാല് കുടിക്കാമോ? അത്രത്തോളം ഈ തലമുറ മാറി വന്നു. മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയാണിത്. അപ്പോ വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അവൻ ഈ ലഹരിയുമായോ മദ്യവുമായോ മറ്റ് ലഹരിയുമായോ സമീപിക്കുകയില്ല. അതിന് നമ്മൾ മുൻകൈയെടുത്തുകൊണ്ട് എല്ലാ വിഷയത്തിലും രംഗത്തുണ്ടാകണമെന്നും അതിന് എല്ലാ പിന്തുണയും നൽകണം എന്നും ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ കളക്ഷൻ നമ്മുടെ ഈ പള്ളിയുമായി അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്. എല്ലാ ആളുകളും സഹകരിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, മലക്കുകൾ നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ പ്രാർത്ഥിക്കുമെന്ന്. നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും, അതല്ലെങ്കിൽ ആ മലക്കുകൾ നമുക്കെതിരായി പ്രാർത്ഥിക്കുമെന്ന്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലെ 272-ാമത്തെ ആയത്തിൽ പറയുന്നു, വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും. നിങ്ങൾ ചെലവഴിക്കുന്ന നല്ലതായ എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾക്ക് തന്നെയാണ്. പടച്ചോന് വേണ്ടിയിട്ട് കൊടുക്കല്ല, പടച്ചോനെ നിലനിൽപ്പില്ലാതെ കൊടുക്കല്ല. ഈ കൊടുക്കുന്നത് നമുക്ക് തന്നെ ഉള്ളതാണ്, നമുക്ക് തന്നെ ലഭിക്കാനുള്ളതാണ്. വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാ. കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് കൊടുക്കുന്നത്, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുലമൂൻ. നിങ്ങൾ നൽകുന്നത് കൃത്യമായും പൂർണ്ണമായും നിങ്ങൾക്ക് തന്നെ അല്ലാഹു പ്രതിഫലമായി നൽകും. നമ്മൾ മറന്നുപോയാലും പഠിത്തം മറന്നുപോയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ എത്ര പിരിവിൽ ബക്കറ്റിൽ ഇട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓരോ ആഴ്ചയിലും കളക്ഷൻ ഉണ്ട്, എത്ര ഇട്ടത് നമുക്ക് ഓർമ്മല്ല. പക്ഷെ പടച്ചോന്റെ കണക്കിൽ അതൊക്കെ ഉണ്ട്. ആ കണക്ക് പടച്ചവന്റെ അടുക്കലുണ്ട്, അവൻ മറക്കൂല. അവൻ യുവഫ ഇലൈക്കും മഅ്മാലക്കും. നിങ്ങൾ നൽകിയ ഈ പ്രവർത്തനം കൃത്യമായി അല്ലാഹ് രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കതിന്റെ പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും എന്ന്. ഈ സുജൂദ് നിർവഹിക്കുന്ന ഈ പള്ളിയിൽ ആ ഓരോരുത്തരും സുജൂദ് നിർവഹിക്കുമ്പോ, ആരാധനകൾ നിർവഹിക്കുമ്പോ, ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുമ്പോ, ഇവിടെ ഉൾവെടുക്കുമ്പോ, അതുപോലെ മൂത്രമൊഴിക്കുമ്പോ എല്ലാം ഒരു പങ്ക് നാം നൽകുന്ന ആ ധർമ്മത്തിന്റെ പേരിൽ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പാദ്യം, നാം ചോര നീരാക്കിയിട്ടുള്ള ആ സമ്പാദ്യം അള്ളാഹുവിന് കൂടി അവകാശപ്പെട്ടതാണ്, അവന്റെ ദീനിന് കൂടി അവകാശപ്പെട്ടതാണ്. നാം നൽകുക, കണക്കില്ലാതെ നമുക്ക് തിരിച്ചു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല കാര്യങ്ങളും വേണ്ടതുപോലെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇന്ന് കാലത്ത് ഒരു ട്രെയിൻ അപകടം സംഭവിച്ചുകൊണ്ട് മിംസ് ആശുപത്രിയിൽ ഒരു സഹോദരനുണ്ട്. അള്ളാഹുവേ, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ രോഗത്തെ നീ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈമാനോട് കൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.